നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് നമ്മളുടെ നാടിനെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഏതൊരു ആഘോഷവേളയിലും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അടുത്തേക്ക് എത്താൻ കൊതിക്കാത്തവർ ആരെങ്കിലുമുണ്ടോ? നമ്മുടെ നാടിനെ സ്നേഹിക്കാത്തവർ ആരെങ്കിലുമുണ്ടോ? ആ മഴയൊന്ന് കൊള്ളുവാൻ, ആ വയൽവരമ്പിലൂടെ ഒന്ന് നടക്കുവാൻ, ആ തെങ്ങിൻ തോപ്പുകളിലൂടെ നടക്കുവാൻ, അകത്തളത്തിലിരുന്ന് എല്ലാവരുമായി സംസാരിക്കാൻ, വാഴയിലയിൽ ഊണ് കഴിക്കുവാൻ ഒക്കെ കൊതിക്കാത്തവരായി ആരും തന്നെയില്ല. പണ്ടൊക്കെ ഗൃഹാതുരതയോടെ ഇതൊക്കെ ഓർത്തെടുത്ത് തൻ്റെ നാടിൻ്റെ ഓർമ്മകളുമായി നാട്ടിലേക്ക് ഓടിയെത്തിയിരുന്നു പണ്ട് വിദേശത്ത് പോയിരുന്ന മലയാളികൾ. എന്നാൽ ഇന്ന് വിദേശത്ത് പോയിരിക്കുന്ന പുതുതലമുറയുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കോളിലൂടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാം. അപ്പോൾ പിന്നെ ഭീമമായ തുക കൊടുത്ത് നാട്ടിലെത്തുന്നതിന് പകരം മറ്റു രാജ്യങ്ങൾ ചുറ്റാനാണ് അവധിക്കാലത്ത് ആളുകൾ ആഗ്രഹിക്കുന്നത്. നാട്ടിലെത്തുന്നത് തന്നെ വിരളം. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി സമ്പാദിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. അവർക്കത് ആവശ്യവുമില്ല. മണിമാളികകൾ പണിതതൊക്കെ നോക്കുകുത്തികളായി കേരളമാകെ നിറഞ്ഞിരിക്കുകയാണ്. കേരളം വിട്ട് പഠനത്തിനും തൊഴിലിനുമായി കടൽ കടന്ന് വിദേശത്തേക്ക് പോവുകയാണ് പുതുതലമുറ. ഒരു വീട്ടിലും മക്കളില്ല, പ്രായമായ മാതാപിതാക്കൾ മാത്രം. ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതുതലമുറയ്ക്കിടയിൽ വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത കുറഞ്ഞു വരികയാണ്. പണ്ട് മക്കളിൽ ആരെങ്കിലുമൊക്കെ മാതാപിതാക്കൾക്ക് തുണയായി വീട്ടിലുണ്ടാകുമായിരുന്നു. ഇന്ന് ഓൾഡ് ഏജ് ഹോമുകൾ കൊണ്ട് നിറയുന്നു നാടാകെ. അവിടേക്ക് മാറ്റാൻ പ്രായമായ മാതാപിതാക്കളെ എന്ന ഓപ്ഷൻ തെല്ലുപോലും ആശങ്കയില്ലാതെ മക്കൾക്കുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ, പട്ടിണി കിടന്നു വരെ മക്കൾക്ക് വേണ്ടി അവരെ വലുതാക്കാൻ പലതും ത്യജിച്ചവർ. അവരൊക്കെ ജീവിതം പഠിച്ചവരാണ്, പക്ഷേ ജീവിക്കാൻ മറന്നുപോയവരുമാണ്. സ്നേഹശൂന്യതയും ഒറ്റപ്പെടലും വാർദ്ധക്യത്തിലെത്തുന്ന ഇന്നത്തെ മാതാപിതാക്കൾ നന്നായി അനുഭവിക്കുന്നുണ്ട്. രോഗപീഠകൾ കൊണ്ടും അവശതകൾ കൊണ്ടും വാർദ്ധക്യത്തിലെത്തുമ്പോൾ സാമ്പത്തികമായി കരുതൽ കൂടി നിങ്ങൾക്കില്ലെങ്കിൽ അവഗണിക്കപ്പെട്ടേക്കാം, ഒഴിവാക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റാതെ വന്നേക്കാം. മരുന്ന് വാങ്ങാൻ പോലും മക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഗണനയ്ക്കായി കാത്തു നിൽക്കേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെ ശിഷ്ടകാലം ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടി ആരോഗ്യമുള്ളപ്പോൾ ചെയ്ത ജോലിയിൽ നിന്നും ലഭിക്കുന്ന തുകയുടെ ഒരു വിഹിതം നിങ്ങൾക്കായി മാറ്റിവെക്കണം. സമ്പാദ്യശീലം ഉണ്ടാകണം എല്ലാവർക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉള്ള സ്വത്ത് വേഗത്തിൽ ഭാഗം വെച്ച് നൽകാതെ കാലശേഷം കൊടുക്കുവാനുള്ള തീരുമാനമെടുക്കുക. ഇതുവരെ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്, ഇനി നിങ്ങൾക്ക് വേണ്ടിയും കൂടി ജീവിക്കുക. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പറയുന്നത് ഓർത്തു വെച്ചോളൂ. എല്ലാ മക്കളെക്കുറിച്ചുമല്ല ഞാൻ ഇവിടെ പരാമർശിക്കുന്നത്, ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി കരുതൽ വേണം. നന്ദി, സ്നേഹം.